ആര് വന്നാൽ ഇവൻ ഇരക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സഭയിലുമുണ്ട്. നമ്മുടെയൊക്കെ ആരെ കണ്ടാൽ പമ്മി ഇങ്ങനെ നിൽക്കും. അവരാ വണ്ടിയുടെ സൈഡിലോട്ട് ചെല്ലുമ്പം വളരെ പ്രതികൂലമാണ്. ഇവിടുത്തെ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ അവിടെയും കക്ഷികളുണ്ട്. ഞായറാഴ്ച ഞാൻ പിടികൂടാനിരിക്കുക. ഇരക്കുന്ന സമയം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കരുതോ? വേണ്ടേ? ആ സമയം മതിയല്ലോ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശു ക്രിസ്തുവിനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവന് ഇരക്കുക. പത്രോസും യോഹന്നാനും എന്തിനാന്നാ അവിടെ എഴുതിയേക്കുന്നേ? വായിച്ചേ, 3:1 വായിച്ചു. നോക്കിയിരിക്കാതെ വായിച്ചതാ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന്, ഇവര് ഈ പ്രാർത്ഥനാ സമയത്താ ദൈവാലയത്തിലോട്ട് ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലര് അതിന് വരത്തില്ല, കമ്മിറ്റിയുടെ സമയത്ത് വരും. പ്രാർത്ഥനാ സമയത്ത് വരികയല്ല. കാത്തിരിപ്പ് യോഗമുണ്ട്, ബിസിയാന്നാ പറയുന്നത്. ഉപവാസ പ്രാർത്ഥനയുണ്ട്, വരുമെന്ന് തോന്നുന്നില്ല. അതേസമയം നമ്മൾ പറയട്ടെ, സഭയായിട്ട് പിക്നിക്കിന് പോവുക, ഞങ്ങൾ തലേന്നേ വരും, വീടടക്കം വരും. അടക്കാൻ മേലാത്ത തള്ളയും മടിയും കുത്തി അതും വരും. കൊച്ചുങ്ങളെ എടുത്ത് ഒരുക്കിക്കൊണ്ട് വരും പെണ്ണുങ്ങൾ. സഭായത്തിനെന്ന് പറഞ്ഞ് എന്നെ കൊച്ചുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാ പാസ്റ്റർ സഭായത്തിനൊക്കെ സമയത്ത്. പിന്നെ ഈ എല്ലാ കൊച്ചിനെയും പോലെ അങ്ങ് കീറ്റ് തന്നെ കീറ്റാ എല്ലാ കൊച്ചുങ്ങളെയും. ആ സമയം നമ്മൾ പറയാ, സൂസമ്മ വെളുപ്പിനെ 5 മണിക്കാണ് നമ്മൾ പിക്നിക്കിന് പോകുന്നത്. 4 മണിയായപ്പോൾ കൊച്ചിനെ ഞൊക്കി ഒരുക്കി അതിന് 2 കുത്തൂടെ കുത്തിയേച്ചായിരിക്കും കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ? അല്ല, അത്രയും താല്പര്യവും തീക്ഷണതയും സഭായത്തിന് വരുന്നത് കാണിച്ചിരുന്നെങ്കിലോ നീ എന്നേ രക്ഷപ്പെട്ടേനം. നിന്റെ ഈ പരുവക്കേട് പണ്ടേ. ഇവരെ പ്രാർത്ഥനാ സമയത്താ ദൈവാലയത്തിലോട്ട് വരുന്നത്. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിന് വേദന വന്നെന്നാന്നോ? പിന്നെ സന്തോഷമുണ്ടായെന്ന. ഇത് ഞായറാഴ്ച പ്രായിക്കൊണ്ടാ ചിലർ എഴുന്നേക്കുന്നത്. ഇന്ന് ഞായറാഴ്ച എന്നാ ചെയ്യും ഉണ്ടോ? രക്ഷപ്പെടുന്നതായിട്ടൊരു ചാൻസും കാണുന്നില്ല. ഇവരെ പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലോട്ട് ചെന്നു. അപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ ഭിക്ഷ ചോദിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നവരെ ആണെങ്കിലും കണ്ടപ്പോൾ അവനൊരു മതിപ്പ് തോന്നി. ഇവരുടെ ഏതാണ്ടൊക്കെ ഉണ്ട്. നീ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരുമ്പോ തന്നെ ഒരു മതിപ്പുണ്ടായിരിക്കണം. ചുമ്മാ ചീഞ്ഞ് നാറിയും പല്ലും തേക്കുകയല്ല, മുടിയും വെട്ടുകയല്ല, തുണിയും കഴുകുകയല്ല, താടിയും മടിക്കുകയല്ല, മീശയും വൃത്തിയാക്കുകയല്ല, ചുമ്മാ കൂറ കുത്തി വന്നിരിക്കുക. നിന്നെ കണ്ട ഒരു കോന്തം പോലും നിന്നോട് മിണ്ടുകയല്ല. എന്നെ ഇങ്ങനെ നോക്കുന്നേ. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ ശുപാസ തന്നെ ശുശ്രൂഷിച്ചാൽ മതിയായിരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നമ്മളെ കാണുമ്പോ തന്നെ ഒരു മതിപ്പ് വേണ്ടേ? ഷർട്ടിന്റെ ബട്ടൺസ് ആണെങ്കിൽ ബട്ടൺസ് എല്ലാം കൃത്യമായിരിക്കണം. ഇവിടെ ഇടേണ്ട ബട്ടൺസ് താഴെ കൊണ്ടിടരുത്. താഴെ ഇടേണ്ടത് സ്ഥലവും പേരും ഒന്നും പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. 3 ബട്ടൺസ് ഇടുകയല്ലോ, ചുമ്മാ ഇരിക്കുക സഭായത്തിന്. ഞാൻ പറഞ്ഞു ബട്ടൺസ് ഇടാൻ പറഞ്ഞു. എന്തിനാ പിന്നെ ഈ ബട്ടൺസ് വെച്ചേക്കുന്നേ? ഫുൾ കൈ ഷർട്ട് തയ്പ്പിച്ച് പിന്നെന്തിനാ ഫുൾ കൈ?
പുൽക്കൈട്ട അവൻ തീർത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് ജീസസ് എന്നാ പിന്നെ നിങ്ങൾക്ക് കയ്യില്ലാത്തൊരു ബനിയൻ ഇട്ടുകൊണ്ട് വന്നാ പോരെ? ഓ ഇനി മിണ്ടുവൊന്നും വേണ്ട, അങ്ങ് അമ്മയിരിക്കെ. അല്ല ഇപ്പം വന്നു പോയല്ലോ. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു തൃപ്തി ഉണ്ടായിരിക്കണം. നമ്മുടെ ആ വരവും ആ ഇരിപ്പും ആ വേദപുസ്തകം പിടിച്ചുള്ള ആ നിപ്പും നടപ്പും പോക്കും വരവും കാണുമ്പോൾ തന്നെ ഒരു മതിപ്പുണ്ടായിരിക്കണം. അവരിങ്ങോട്ട് ചോദിക്കണം, ഞങ്ങളൂടെ വരട്ടെ. നമ്മുടെ ആ ഗതികേടും വരവും കാണുമ്പോൾ അവർ ചോദിക്കുക, എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടാ? ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? അല്ല ഞങ്ങളോട് വരട്ടെ എന്ന്. എന്നാ ചോദിക്കാത്ത? ആ ഗതികെട്ട വരവ് കാണുമ്പോഴേ അറിയാം ഇതിങ്ങളുടെ കൂടെ പോയിട്ടും വലിയ. നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാതെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കേ. സ്തോത്രം. പത്രോസിനെയും യോഹന്നാനെയും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലോട്ട് പോകുന്ന കണ്ടപ്പോൾ അമ്മയുടെ ഉദരം മുതൽ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഈ ഭിക്ഷക്കാരന് തോന്നി, ആമൻ ഇവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. ഉള്ളവരോടല്ലേ നമ്മൾ ചോദിക്കുള്ളൂ, അല്ലേ? സ്തോത്രം. പൗലോസ് പറഞ്ഞൊരു ഒരു 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 വാക്യം ഇതിനോട് ചേർത്തൊന്ന് കോർക്കുക. ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. നമുക്ക് ഞെരുക്കവും ബുദ്ധിമുട്ടും പലവിധ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വേറൊരാളെ അറിയിക്കുകയും ചെയ്യരുത്. അവരറിയുന്ന രീതിയിൽ നടക്കുകയും പെരുമാറുകയും അതും അരുത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശുനായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയ നിനക്കു നിർഭയമേ ലോക പോരിതിലനുദിനം ജയമേ ലോക പോരിതിലനുദിനം ജയമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അതെ, അപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞ പദവും നമുക്കെല്ലാം മനപാഠമാ. വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഒരു അരി പൊന്നും വെള്ളിയും കയ്യിലില്ല. ഒരു മോതിരത്തിൻ്റെ അരി പോലും ഇല്ല. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരുന്നു. സ്തോത്രം. പത്രോസ് കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുത്തിയാടി മറുപടിയൊക്കെ പറയുമെങ്കിലും പച്ചക്കള്ളം പറയുമെന്ന് അല്ലേ പത്രോസ് പറയടെ? കല്യാണത്തിനിട്ടൊരു മോതിരം മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്ന്. അങ്ങനെ മോതിരം ഉണ്ടായിരുന്നേ പറഞ്ഞേന്. ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം പെന്തിക്കോസുകാരോട് പറയാം, ആഭരണപ്രമം പാപമാണ്, ഇടാൻ പാടില്ല. ഇടാൻ പാടില്ല. വിശേഷിച്ച് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന ദൈവമക്കൾ പാടില്ല. അല്ലാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇതിനകത്ത് വന്നവരുടെ കാര്യം ആദ്യം പറയട്ടെ. പാടില്ല. തീർത്ത് കാര്യം പറഞ്ഞു. പക്ഷെ ഇതിന് മറുവശമുണ്ട്.
അവൻ വെള്ളിയും പൊന്നും ഭൗതിക സ്വത്ത് ഒക്കെ പ്രതീക്ഷിച്ച് ഭിക്ഷ യാചിച്ചത്. പക്ഷേ പത്രോസ് പറഞ്ഞ എൻ്റെ ആശയം എപ്പോഴും ഞാൻ പറയാറുണ്ട്, നീ വെള്ളിയും പൊന്നുമാ ചോദിച്ചത്, പക്ഷെ ഒരു കാര്യം പറയുന്നു, ഉദ്ദേശിച്ച വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. ഇല്ല, കാരണം ഞങ്ങൾ നിന്റെ ഭാഷയെ പറഞ്ഞാൽ, നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ പരുവക്കേടാ. 4:10 വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:10 ആയിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:10. പെട്ടെന്ന് ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. അടുത്തത്, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങള് മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്തത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും. ഇതാ ഞങ്ങളുടെ സ്ഥിതി. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. അത് ഞങ്ങളോട് ചോദിക്കാം വല്ലതും തരാൻ. അപ്പൊ നീ ഉദ്ദേശിച്ച ആ പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ കൈവശമില്ല. പക്ഷേ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലാണ് ഞങ്ങൾ രസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അങ്ങനെ എഴുതിയേക്കുന്ന അടുത്ത വാക്യം വായിച്ചേ. ക്ഷണത്തിൽ എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാര് അവനെ അങ്ങ് നടത്തുക. ബ്രദർ നടന്നുണ്ട്, കമ്മോൺ. അവനെ എനിക്ക് കാല് വയ്യാത്തോണ്ടല്ല ഞാൻ കാണിച്ചാനും. കമ്മോൺ. ഉടനെ വീഡിയോക്കാരൻ പിടിച്ചോണ്ടിരിക്കുക, അവൻ നടക്കുന്നതല്ല. ഇനി ബ്രദർ അങ്ങോട്ട് നിന്നാട്ടോ. ഉടനെ വേറൊരു ബ്രദർ ഈ ബ്രദറിനെ അങ്ങോട്ട്, മറ്റേ ബ്രദർ ഇങ്ങോട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ യോഗത്തിന് പോയല്ലോ എന്നായിപ്പോവും. അവനെ ആരും നടത്തുകൊന്നും വേണ്ട, അവൻ നടന്നും തുള്ളിയും അങ്ങ് പൊക്കോളും. നടന്നും തുള്ളിക്കും ഒന്നും വേണ്ട, അവൻ തുള്ളിക്കോളും. ഇപ്പൊ ഈ തുള്ളക്കാരൊത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഇളക്കുകാര്, തുള്ളക്കാര്. തുള്ളിക്കാൻ തന്നെ കുറെ. എടാ വചനം കേൾക്കുമ്പോൾ തന്നെ തുള്ളിക്കോളും. തുള്ളുന്നവനോട് തുള്ളണ്ടെന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് തുള്ളിക്കോളും. പ്രസംഗിക്കുന്ന പുള്ളി തുള്ളിയില്ലെങ്കിൽ കേൾക്കുന്നവൻ നന്നായിട്ട് ദൈവത്തെ ആരാധിക്കും. മിണ്ടാതിരിക്കാൻ പലരും ചാത്തിച്ചിട്ട് അവൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നാൻ. ഏറ്റവും അധികം അതാ പുസ്തകത്തിലെ പ്രമാണം. ഇവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അന്ന് മുതൽ ആ പ്രശ്നം തുടങ്ങിയത്. സഭയ്ക്ക് പീഡ. പിന്നെ ഓരോ ദിവസവും പീഡ വർദ്ധിക്കുക. ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിനനുസരിച്ച് പീഡ വർദ്ധിക്കുക. അങ്ങനെ വർദ്ധിക്കും. വിശ്വസിച്ചവരുടെ കൂട്ടം ധാരാളമായി തീർന്നു. 5000 ഒക്കെ ആയി. അങ്ങനെ രൂക്ഷമായ പീഡ വർദ്ധിച്ചു. പീഡ രൂക്ഷമായി. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. നമുക്കറിയാം. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ പിടിച്ചു കൊല്ലാനായിട്ട് കാരാഗൃഹത്തിൽ കൊണ്ട് ബന്ധിച്ചിട്ടു. സഭ പ്രാർത്ഥിച്ചു, ദൈവം ഇവരെ പുറത്തിറക്കിച്ചു. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാ. പീഡ വർദ്ധിക്കുക, പീഡ ഒതുങ്ങുകയല്ല, വർദ്ധിക്കുക. പൗലോസും ശിയാസും ലൂക്കോസും ഒക്കെ ചെന്നെടുത്ത് പ്രശ്നങ്ങൾ കൂടി. അടിച്ച് ഉപദ്രവിച്ച് കാരാഗൃഹത്തിലിട്ടു. ഒരിക്കൽ കല്ലെറിഞ്ഞു കൊന്നെന്ന് പറയാം. സ്തോത്രം. ഒരിക്കൽ കോട്ടയ്ക്കകത്ത് രക്ഷപ്പെടുത്തി വെളിയിലോട്ട്. എന്തെല്ലാം പീഡകളാ. സഭാചരിത്രം പഠിക്കുന്നവർക്കറിയാം, നീറോയുടെയൊക്കെ കാലം വന്നപ്പോൾ രൂക്ഷമായ പീഡകളാ. ക്രിസ്തുഭക്തന്മാരെ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കി കൊടുക്കുന്നു. 2 വൃക്ഷങ്ങൾ തമ്മിൽ കൂടിവെച്ച് ആ 2 വൃക്ഷത്തിലും 2 കാല് പിടിച്ചു കെട്ടുക. വൃക്ഷം തന്റെ മേൽവശം അറക്കുക. വൃക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പറഞ്ഞു കീറിപ്പോവുക.
നാട് കടത്തുന്നു, അഗ്നിക്ക് ഇരയാക്കുന്നു, ഗളച്ഛേദം നടത്തുന്നു. മാതാപിതാക്കളും മക്കളും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ആമൻ ഉപദ്രവിച്ച് ആമൻ കൊന്നു മുടിക്കുന്നത്, അഗ്നിക്ക് ഇരയാക്കി കൊടുക്കുന്നു. റോമാ പട്ടണത്തെ അന്നത്തെ അധികാരികൾ തന്നെ പട്ടണം കത്തിച്ചു. കത്തിച്ചാമ്പലായി. ഈ റോമാ പട്ടണത്തെ കത്തിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് നുണപ്രചരണം നടത്തി. ഇപ്പോഴും അങ്ങനത്തെ നുണപ്രചരണമൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളാണ് ഈ റോമാ പട്ടണത്തെ കത്തിച്ചത് എന്ന് നുണപ്രചരണം നടത്തി. ഏതാണ്ടത് എഫക്റ്റായി നുണപ്രചരണം. കാരണം ക്രിസ്ത്യാനികളുടെ പാട്ടിനകത്തും പ്രാർത്ഥനയ്ക്കകത്തും പ്രസംഗത്തിനകത്തും തീ എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോഴാന്ന് കുറച്ചുകൂടെ എഫക്റ്റ് ആയേന അല്ലേ? ആ തീ കത്തട്ടെന്നാ പറയുന്നത്. ഊഷം നിന്നെ പിടിച്ചകത്തിടും. തീ പോലെ ഇവിടുത്തെ പാട്ടും ആക്കുമ്പോൾ മിക്കവാറും നമ്മൾ തന്നെ കത്തിക്കാൻ. വേറൊരു പാട്ടുണ്ട്, തീ കത്തിക്കാൻ എന്നിൽ. അത് പിന്നെ വലിയ കുഴപ്പമില്ല, എന്നി കത്തിക്കാനാ. മറ്റേ തീ പോലെ ഇറങ്ങണേന്നൊക്കെ പറഞ്ഞാൽ ഊടുപാട് തല്ലി മേടിക്കും. കത്തട്ടെന്നൊക്കെ ചെല്ലി പറയത്തില്ല, കത്തോട്ടെ അവര് കേട്ടിരുന്നെങ്കിൽ. അപ്പൊ തീ കൊണ്ടുള്ള കളി മുഴുവൻ ഇവരായി നടത്തുന്നത്. അപ്പോൾ നുണപ്രചരണം എഫക്റ്റ് ചെയ്തു. റോമാ പട്ടണം കത്തിച്ചത് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെ നന്നായി പീഡിപ്പിച്ചു. ചരിത്രത്തിൽ ഒരു ഭാഗം പറയുന്നത്, പട്ടണത്തിൽ രാത്രിയിൽ പ്രകാശമില്ല, തെരുവ് വിളക്കില്ല. അപ്പോൾ തെരുവ് വിളക്കിന് വേണ്ടി ഓരോ തൂണിലും ക്രിസ്ത്യാനികളെ നിർത്തി മെഴുകി ശീല കൊണ്ട് വരിഞ്ഞു മുറുക്കി. അപ്പോ ക്രിസ്ത്യാനികളെ സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ പകല് ഓരോ തൂണയിലും തൂണ് നാട്ടി വെച്ച് നിർത്തും. മെഴുകി യോടി എല്ലാവരും എവിടെ പോവുക? ഇറങ്ങി എന്തോ പറ്റും വണ്ടി? ആരുടെ വണ്ടിയാ? ആ അപ്പൊ അദ്ദേഹം പോയാൽ മതിയല്ലോ, ബാക്കി എല്ലാവരും ഇഞ്ഞു വരാൻ പറ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ തൂണയിലും ക്രിസ്ത്യാനികളെ നിർത്തി മെഴുകുശീല കൊണ്ട് വരിഞ്ഞു മുറുക്കി സന്ധ്യയാകുമ്പോൾ തീ കൊളുത്തു. മുകൾ ഭാഗത്ത് മെഴുകുതിരി കത്തിക്കും പോലെ മെഴുകുശീല ആയതുകൊണ്ട് നിന്ന് കത്തുക. രാത്രി മുഴുവൻ തെരുവിൽ പ്രകാശം. ആ പ്രകാശം ക്രിസ്ത്യാനി നിന്ന് കത്തുക. അതുകൂടെ ചേർത്ത് പത്രോസ് ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, 4:12. ഇതുകൂടൊക്കെ മനസ്സിൽ വിചാരിച്ച് കണ്ട ആ പദം എഴുതിയിരിക്കുന്നത് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആരും കണ്ടോ? നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധന, നിന്ന് കത്തുക രാത്രി മുഴുവൻ. ഇങ്ങനെയൊക്കെ ശക്തമായ പീഡകൾ സഭയ്ക്കുണ്ടായി. വരും കല്ലേറാട്ടി കൊണ്ടു മരിച്ചവരന്ന് മഷികായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറാടി കൊണ്ടു മരിച്ചവരന്ന് മിശിഹായോട് വാഴുമാ നാട്ടിലെ സുമഹോനത് മഹോനദനെ വേഗം കാണാമൽ പ്രേമ കാതനെ കാണാ യേശു മഹോനദനെ
കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ആദിമസഭ ശക്തമായ പീഡയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. വെളിയിലിറങ്ങാൻ മേല, നിരത്തിലൊന്നിച്ച് കൂടാൻ മേല, പ്രാർത്ഥന പൊതുവിൽ നടത്താനൊക്കത്തില്ല, ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. ഏതാണ്ട് പരുവത്തിന് കൊണ്ടുവരാനാ പലരും ഇപ്പം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. ഇപ്പം അത്രോ പറയുന്നുള്ളൂ. ഇല്ല, നിന്റെ പരിപ്പളക്കും. സ്തോത്രം. മനസ്സിലായി കാണും, അത് മതി. സ്തോത്രം. പൂച്ച പുറകോട്ട് പമ്പുമ്പോൾ ഓർക്കുന്നത് പേടിച്ചിട്ടല്ല, ശക്തിയോടെ ചാടാനാ. മനസ്സിലായോ? പൂച്ച ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓർക്കും, കണ്ടം പൂച്ച പേടിച്ചിടാന്ന്. അല്ലല്ല, അതിങ്ങനെ ആക്കമെടുക്കുക, ശക്തിയോടെ ചാടി നിന്റെ മണ്ട വീടാനാ. സ്തോത്രം. പണ്ട് ഒരപ്പച്ചൻ വയ്യാതെ കിടന്നപ്പോൾ മക്കളെല്ലാവരും വന്നങ്ങനെ നോക്കുന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്നും വന്ന് വിവരം പറയും, എങ്ങനെയുണ്ട് ഇന്ന്? ഒത്തിരി ആശ്വാസമുണ്ട്. പിറ്റേ ദിവസം രാവിലെ വരും, എങ്ങനെയുണ്ട്? ഇച്ചിരി കൂടുതലാണ്. അയ്യോ. പിറ്റേ ദിവസം വരും, എങ്ങനെയുണ്ട്? ഒരു കുറുകുറുപ്പേ ഉള്ളൂ. പിന്നെയും വരും. അങ്ങനെ വന്ന് ശവോടെ കഴിഞ്ഞ് പുള്ളിയെ കാണാനില്ല. സ്തോത്രം. അപ്പം അന്വേഷിച്ചപ്പം മറ്റൊന്നുമല്ല, പുള്ളി ശവപ്പെട്ടിക്കാരനാണ്. അപ്പം അപ്പൻ ദീനമായി കിടന്നപ്പം പുള്ളി എന്നും വരുന്നത് ഒരു ശവപ്പെട്ടി പോകും. അത് പുള്ളിയുടെ കടയിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. പിന്നെ പുള്ളി ഇങ്ങോട്ട് വന്നു ഇല്ല. അപ്പം മനസ്സിൽ കൂടെ നിൻ്റെ അടുക്ക് വരികയും കൈ തരികയും ആശ്ലേഷിക്കാൻ വരികയും ചെയ്യുമ്പോൾ ആണെന്ന് പുള്ളിയുടെ ഒരു ശവപ്പെട്ടി പോകണം. അല്ലാതെ നിന്നോട് താല്പര്യമുണ്ട്, നീ സൗഖ്യമാകണമെന്നോ നീ രക്ഷപ്പെടണമെന്നും അവന് വലിയ താല്പര്യം ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പം അത്ര അറിഞ്ഞാൽ മതി. ശവപ്പെട്ടിക്കാരനെ എന്നും ഓർത്തോണം. അതാരാ? രണ്ടുപേരും ജനലിൽ കൂടെ നോക്കി. മഴയാണോ? പെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ വല്ലവിടെ മഴ പെയ്തോ? പെയ്യട്ടെ. അതുകൊണ്ട് ഇനി ഇറങ്ങിപ്പോകുകയല്ലോ. ആ തത്തീർ എനിക്ക് ഗുണമായെന്ന് പറഞ്ഞ പോലെ പ്രസംഗം തീരുന്നത് വരെ പെയ്യട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പീഡ വളരെ ശക്തമായി. ഈ കാലയളവിലും ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം, വളരെ വിവേചിക്കണം. സമയാസമയങ്ങളിൽ ഭേദാഭേദങ്ങളൊക്കെ വിവേചിച്ച് വേണം പെരുമാറണമെന്ന് ഒറ്റവാക്കി പറയുകയാണ്. അപ്പോൾ ആദിമസഭ ശക്തമായ പീഡയിൽ കൂടി പോകുകയാണ്. ഈ പീഡ രൂക്ഷമായപ്പോൾ ചിലർ ക്ഷീണിച്ചു, ചിലർ മടുത്തു, ചിലർ പതറി, ചിലർ പിന്മാറി, ചിലർ തളർന്നു. അതൊക്കെ സംഭവിക്കാം. എല്ലാവർക്കും ഒരേ ആത്മീയ കാഴ്ചപ്പാടും ധൈര്യവും കരുത്തും ഒന്നും അല്ലല്ലോ. മനുഷ്യനല്ലേ, ഏറ്റക്കുറച്ചിലുകൾ വരാം. അപ്പൊ ചിലര് ക്ഷീണിച്ചു, ചിലര് മടുത്തു, ചിലര് തളർന്നു, ചിലര് പിന്മാറ്റ അനുഭവങ്ങളിൽ കൂടിയും പോയി. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തെ ഉറപ്പിക്കാനും ധൈര്യപ്പെടുത്താനും നിലനിർത്താനും പതറാതെ പിന്മാറാതെ ക്ഷീണിച്ച് മടുത്തു പോകാതെ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്ത് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് നല്ല പോരാട്ടം കഴിച്ച് ആ നിത്യതയിലെത്തണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി എഴുതിയ ലേഖനമാണ് പത്രോസിൻ്റെ ലേഖനം. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ഈ പരീക്ഷയും പോരാട്ടവും ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രശ്നമൊക്കെ അതൊക്കെ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. 1:6 അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. വിവിധ പരീക്ഷകൾ നമുക്കുണ്ട്, വിവിധ വിഷയങ്ങളിലുണ്ട്. കുടുംബത്തോട് ബന്ധപ്പെട്ട്, കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയം, ശുശ്രൂഷയുടെ വിഷയം, ഔദ്യോഗിക മണ്ഡലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിലൊക്കെ വിവിധ നിലകളിൽ പരീക്ഷകളുണ്ട്. അനുഭവിക്കുന്നവരായി ഇവിടെ ഇരിക്കുന്നവരല്ല, ഇല്ലേ? ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുണ്ട്. പോരാട്ടങ്ങളിൽ കൂടി പോകുന്നവരുണ്ട്, പ്രതികൂലങ്ങൾ തരണം ചെയ്തു നിൽക്കുന്നവരുണ്ട്.
അപ്പൊ പത്രോസ് പറയാ, അത് നിങ്ങളിപ്പോൾ നാനാപരീക്ഷകളാൽ അല്പനേരത്തേക്ക്, അങ്ങനല്ലേ? ഒന്നുകൂടെ വായിച്ചേ മോളെ. ആ, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക്. അപ്പൊ ഈ പരീക്ഷയും ഈ ശോധനയും ഈ കഷ്ടതയും ഈ പ്രതികൂലമൊക്കെ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ നൊടിനേരം. നൊടിനേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. ഓ നോടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. ഉള്ളതാണ്. സ്തോത്രം. അപ്പൊ ഇത് ഒരല്പനേരത്തേക്കേ ഉള്ളൂ, നൊടി നേരം. ദൈവത്തിന് മഹത്വം. കുറച്ച് സമയമുള്ളൂ. ഈ അല്പനേരത്തേക്കുള്ള ഈ നാനാ പരീക്ഷകൾ, ഇത് കഴിയുമ്പോൾ നമ്മൾ ആനന്ദിക്കുന്നൊരു സുദിനമുണ്ട്. അന്ന് നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിച്ച നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസമുണ്ട്. സ്തോത്രം. ഇതൊക്കെ ഒരു അല്പനേരത്തേക്കേ ഉള്ളൂ. ഇത് ആരോടായി പറയുന്നേ ഈ അല്പനേരത്തേക്കേ ഉള്ളെന്ന്? 1-2 ആ ആ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ബിഥുനിയിലും ആസിയിലും ചെതറി പാർക്കുന്ന പരദേശികളും ആ ആ ഒറ്റ വാക്കി പറഞ്ഞ, അത് ഓരോ വാക്യങ്ങൾ എടുത്ത് പറയേണ്ടതാ. പക്ഷെ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ അല്പനേരത്തേക്കേ ഉള്ളി കഷ്ടത, ഈ ശോധന, ഈ പ്രതികൂലം, ഇതാരോടാ പറയുന്നത് ചോദിച്ചാൽ വൃതന്മാരോടാ പറയാൻ. വൃതന്മാര്. വൃതൻ ആരാ? ഈ വൃതന്മാരാരാ? ആരാ വൃതന്മാര്? അല്ല, എന്തുവാ ഈ വ്രതം? എന്നാ ഇടയ്ക്കിടയ്ക്ക് വിധം മാറുന്നതാണോ വ്രതം? അങ്ങരിക്കുമ്പോ എന്റെ വിധം മാറും, അതാണ് വ്രതം. യോ എന്തേലും വാ തുറന്നൊന്ന് പറ. വൃതന്മാര് ന്യായമായ മറുപടി വ്രതം അനുഷ്ഠിക്കുന്നവരാ. എന്തുവായി വ്രതം? ഞങ്ങൾ ആർക്കും ശല്യമില്ലാതെ ഇവിടെ വെറുതെ വന്നിരിക്കുക. ഭാഷ ഞങ്ങളെ ഉപദ്രവിക്കാതെ പറയാനുള്ളത് പറഞ്ഞേച്ച്. വ്രതം മനസ്സിലാകാനായിട്ട് പറയാം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കുന്നതാ വൃതന്മാര്. എങ്ങനെ? വേഷം, ഭാഷ, ഭക്ഷണം, സമീപനം, സംസാരം, ജീവിതചര്യ, പ്രകൃതം, ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാ. അതാ വൃതന്മാര്. 1-2 ഉദാഹരണം, മനസ്സിലാകുന്ന ഭാഷ, മനസ്സിലാകുന്ന വിഷയം പറയാം. ഈ മുസ്ലിം സ്നേഹിതന്മാര് കഴിഞ്ഞ ആഴ്ചയാണ് തീർന്നത് വ്രതമായിരുന്നു. ഏതാണ്ട് 1 മാസം 30 ദിവസം. ചാന്ദ്രിക വർഷക്കണക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റിന് വ്യത്യാസം വരാം. ഓടെ ഒരു കണക്ക് 30 ദിവസം വ്രതമായിരുന്നു. ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ പാലിക്കുന്നവരെ നമുക്കറിയാം. കറക്റ്റ് വ്രതം എടുക്കുന്നവരുണ്ട്. ഈ 30 ദിവസം
പകലൊന്നും അവർ കഴിക്കത്തില്ല. ഉമിനീര് പോലും ചിലര് ഇറക്കുകയല്ല. ഇല്ല. ഞങ്ങളുടെ വീട്ടില് ഒരമ്മ വരും. അമ്മ ആ സമുദായത്തിൽപ്പെട്ട ഒരു അമ്മയാ. ചായ കൊടുത്താൽ പോലും മേടിക്കുകയല്ല, കുടിക്കുകയല്ല, വെള്ളവും കുടിക്കുകയല്ല. അയ്യോ, ഞാൻ സന്ധ്യ കഴിഞ്ഞ് കുടിക്കുമ്പോൾ അല്പപ്രായമുണ്ട്, വ്രതമാണ്. അതിപ്പോ പറയുന്നില്ല. എന്നാലും വ്രതമാണ്. വ്രതം 30 ദിവസം. ചാന്ദ്രിക വർഷം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റുകൾക്ക് വ്യത്യാസം വരാതെ അവിടെ നിൽക്കട്ടെങ്കിലും ഓടെ കണക്കാ 30. പകലൊന്നും കഴിക്കത്തില്ല, ഒന്നും രുചിക്കത്ത് പോലുമില്ല, ഉമിനീര് വറക്കുകയല്ല. അവരുടെ സഹോദരിമാരും ആ വിധത്തില്ല, മൂടുപടമൊക്കെ ഇട്ടാ നടക്കുന്നത്. കണ്ടാൽ അറിയാം അവരെ വ്രതമാണ്. ആട്ടെ, സമുദായസ്ഥരായ പ്രിയപ്പെട്ടവരുണ്ട്, യാക്കോബ ഓർത്തഡോക്സ് കത്തോലിക്കരായവര്. അവർക്ക് 30 അല്ല 50 നോയിമ്പെന്നാ പറയുന്നത്. 50 ദിവസം അവരുടെ വ്രതം. 50. ആ ദിവസങ്ങളിൽ മിക്കവരും വിവാഹം പോലും നടത്തുകയല്ല. ഈ 50 നോയിമ്പാ വേണ്ട. കാരണം മത്സ്യം, മാംസം ഇതൊന്നും ഉപയോഗിക്കുകയല്ല, മുട്ട പോലും കഴിക്കുകയല്ല. ലളിതമായി ലഘുവായിട്ടാ. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളുന്നവരുമുണ്ട്. ആ മതത്തിൽ ഭക്തിയോടെ നിൽക്കുന്നവര് വ്രതമാണ്. ഹൈന്ദവരായ സ്നേഹിതന്മാരെ നമുക്കറിയാം, അവർക്കുമുണ്ട് വ്രതം. വൃശ്ചിക വ്രതം എന്നാ പറയുന്നത്. വൃശ്ചിക വ്രതം 41 ദിവസം. വൃശ്ചിക വ്രതം കേരളത്തില് മനസ്സിലാകാനാ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 41 ദിവസം വൃശ്ചിക വ്രതം. ആ വൃശ്ചിക വ്രതം അനുഷ്ഠിക്കുന്നവരെ കണ്ടാൽ അറിയാം. മാല കിട്ടും, പ്രത്യേക മാലയാ. മത്സ്യമാംസാദികളെല്ലാം വർജിക്കും, അനാവശ്യമൊന്നും പറയത്തില്ല. ചീത്തയും തെറിയും പറയുന്നവരാന്തലും കടിച്ചു പിടിച്ച് 40 ദിവസം നിൽക്കും. വീശുന്ന പുള്ളിക്കാര് അതങ്ങ് നിർത്തും. അവർ ചെല്ലു പറഞ്ഞത് ഞാൻ മാല ഇട്ടേക്കുക. 41 ദിവസം. പണ്ടൊക്കെ വീട്ടിൽ ഒരാൾ വൃശ്ചിക വ്രതത്തിൽ മാല കിട്ടാൽ ആ വ്യക്തി മാത്രമല്ല, വീട്ടുകാരെല്ലാം വ്രതം നോക്കുക. ആ വീട്ടിൽ പോലും മീൻ മേടിക്കുകയല്ല. അത് രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും എല്ലാം തൂത്ത് വൃത്തിയാക്കി വെള്ളം തളിച്ച് കുടഞ്ഞ് വിളക്കുമൊക്കെ കത്തിച്ച് നാമജപവും അങ്ങനെയുള്ള അന്തരീക്ഷമാണ്. പണ്ട് കാലത്ത് കഠിന വ്രതമാണ്. കാരണം പണ്ട് ഇതുപോലെ വാഹന സൗകര്യമില്ല, നടന്ന മലയ്ക്ക് പോകുന്നത്. അപ്പം അന്നത്തെ വിശ്വാസമാണ് വ്രതം തെറ്റിച്ച കടുവ പിടിക്കുമെന്ന. അങ്ങനെയൊക്കെ പിടിച്ച കേസുകളും കേട്ടിട്ടുണ്ട്. വ്രതം തെറ്റിയാലേ ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ 10-18 ദിവസം എടുത്ത് നടന്നാ പോകുന്നത് മലയ്ക്ക്, കാട്ടിക്കൂടെ. ഇപ്പോഴല്ലേ വാഹന സൗകര്യവും വലിയ റോഡും ഒക്കെ ആയത്. അപ്പം വ്രതം തെറ്റിച്ച കടുവ പിടിക്കും. അപ്പം വളരെ സൂക്ഷിച്ച വ്രതം, വൃശ്ചിക വ്രതം. അപ്പോൾ മുസ്ലിം സഹോദരന്മാർക്ക് 30 ദിവസം വ്രതം, സമുദായസ്ഥരായ പ്രിയപ്പെട്ടവർക്ക് 50 ദിവസം വ്രതം, 50 നോയിമ്പ്. ഹൈന്ദവരായ സ്നേഹിതന്മാർക്ക് കേരളത്തിലെ ആചാരം അനുസരിച്ച് വൃശ്ചിക വ്രതം 41 ദിവസം. ആട്ടെ, പെന്തിക്കോസുകാരായ നമുക്ക് എത്ര ദിവസമാ വ്രതം? നമുക്ക് എത്ര ദിവസമാണ് വ്രതം? 30 ആണോ, 50 ആണോ, 3 ആണോ, 41 ആണോ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. അപ്പം ശിവപാസ്റ്റർ പ്രസംഗിച്ചപ്പോഴും പിണങ്ങിയിട്ടല്ല, മനസ്സിലായല്ലോ. ഇവിടുത്തെ രീതി അതാ. പുള്ളി ഓർത്തത് എല്ലാവരും പിണങ്ങി പുള്ളിയുടെ പ്രസംഗം ഇഷ്ടപ്പെടാഞ്ഞിട്ടാ. വേണ്ട ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ.
പുള്ളി ചിലപ്പോൾ സങ്കടത്തോടായിരിക്കുന്നു. ഓ ഞാൻ പറഞ്ഞിട്ട് ആര് വന്ന്, നിങ്ങൾ പറഞ്ഞപ്പം 3-4 പേര് കയ്യെങ്കിലും വെക്ക്, താണ്ട ഞാൻ പറഞ്ഞിട്ട് ഒരെണ്ണം അനങ്ങുന്ന പോലുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, പെന്തിക്കോസുകാരാകുന്ന നമുക്ക് എത്ര ദിവസമാ വ്രതം? ഏതപ്പാ ഗോതമംഗലം. നമുക്ക് വ്രതം ഒന്നുകിൽ കാകളം ധ്വനിക്കുന്നത് വരെ, അതല്ലെങ്കിൽ നമ്മുടെ മരണം വരെ വ്രതമാണ്. എന്നാ നമ്മുടെ വ്രതം തുടങ്ങിയത്? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ പകല്, അല്ലെങ്കിൽ ആ രാത്രി, അല്ലെ ആ സമയം തുടങ്ങിയതാണ് നമ്മുടെ വ്രതം. രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ ആ വ്രതം ആരംഭിച്ചത്. ഈ വ്രതം എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവിലെ കാഹളധ്വനി, അതുവരെയും നമുക്ക് വ്രതമാണ്. ഈ വ്രതകാലത്ത് വർജനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരാ വ്രതന്മാര്. വർജനം ഇല്ലേ വേണം. പൗലോസ് 9-ാം അധ്യായത്തിൽ കൊരിന്ത്യർ 9 പറഞ്ഞു, അംഗം പോരുന്നോനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കണം. മലയാള ഭാഷ വലിയ വശമില്ലാത്തവർ വേണേ ശകലത്തിൽ വർജനം ആചരിക്കണമെന്ന് വായിച്ചു തരാൻ സാധ്യതയുണ്ട്. ഷായും സായും വഴങ്ങാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരും. ശകലമല്ല, സകലത്തിലും വർജനം ആചരിക്കണം. സകലത്തിലും എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് അടങ്ങിയല്ലോ അല്ലേ? ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ അല്ല വർജനം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞും വർജനമാ, രാത്രിയിലും വർജനമാ, തിങ്കളും വർജനമാ, ചൊവ്വായും വർജനം, എല്ലാ ദിവസവും എല്ലാ സമയവും വർജനമാ. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ഒരു ഉണർവുണ്ടാകുന്നില്ലല്ലോ എന്ന്. അകത്തുണ്ടാകണം. സ്തോത്രം. അകത്തുണർവുണ്ടാകണം. പുറമേയുള്ള പരിച്ഛേദന അല്ലല്ലോ പരിച്ഛേദന. അത് ഹൃദയത്തിന്റെ പരിച്ഛേദനയല്ലേ ഏറ്റവും വലിയ പരിച്ഛേദന. അപ്പോൾ അംഗം പോരുന്നവൻ സകലത്തിലും വർജനം ആചരിക്കണം. എല്ലാത്തിലും വർജനം വേണം. അതാ വ്രതന്മാര്. നിങ്ങള് ലോകപരമായി ചിലരെ എടുത്ത് പഠിച്ചേ, അവര് വളരെ വർജനം ആചരിക്കുന്നവരാ. സൂക്ഷ്മമായിട്ടെല്ലാം അറിയത്തില്ലെങ്കിൽ ഏറെക്കുറെ അറിവിന്റെ വെളിച്ചത്തിൽ പറയാം. തെറ്റാണെങ്കിലും ക്ഷമിക്കണം. അതും കോലെ കുത്തിക്കൊണ്ട് നടക്കരുത്. ഇപ്പോൾ സ്പോർട്സിലൊക്കെ പോകുന്നവര് ഉണ്ടല്ലോ. ഉദാഹരണമാണേ, പെട്ടെന്ന് ഓർമ്മ വന്നൊരു പേര് PT ഉഷ, അല്ലെ ഷൈനി വിൽസന്, അല്ലെ അഞ്ജു ബോബി ജോർജ്. എന്തുവരെ കേട്ടിട്ടില്ല ഈ പേരൊന്ന്? വലിയ എന്നാ കുഞ്ഞേലിയമ്മ എന്നാ അല്ല, പേര് കേട്ടിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ ചുമ്മാ. അപ്പൊ PT ഉഷ അല്ലെങ്കിൽ അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ. കൊച്ചേ നീ ഇങ്ങോട്ട് നോക്കാൻ. നിങ്ങൾ അവരെ ഒന്ന് അടുത്ത് ഇടപെടാൻ അവസരം കിട്ടുകയോ, ഒരു സംസാരത്തിന് സാവകാശം കിട്ടിയാൽ അവരോട് ചോദിക്കണം. അവരെല്ലാം ഭക്ഷണം കഴിക്കുകയല്ല, കഴിക്കത്തില്ല. കണ്ടമാനം വെയിറ്റ് ഉണ്ടാക്കുന്ന, തൂക്കം കൂടുന്ന, കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്ന എല്ലാം അവർ വർജിച്ചാ ജീവിക്കുന്നത്. ഇപ്പൊ പിന്നെ ചിലർ പ്രായമായതുകൊണ്ട് എങ്ങനെയാണെന്നറിയത്തില്ല, ആ നല്ല കാലത്തെ
അതിരാവിലെ അവർ എഴുന്നേക്കും, പ്രാക്ടീസ് ഉണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യും, ഇല്ലേ? ഓടും, ചാടും, വ്യായാമം നന്നായിട്ട് ചെയ്യും. എല്ലാ ഭക്ഷണവും അവർ കഴിക്കത്തില്ല. ഓടുമ്പോഴാണെങ്കിലും എല്ലാ ഡ്രസ്സും അവർ ധരിക്കത്തില്ല, അതിന് പ്രത്യേക ഡ്രസ്സാണ്, ഇല്ലേ? നമ്മൾ ഓട്ടക്കളത്തിലാണ്, എല്ലാ ഡ്രസ്സും പാടില്ല. കനവുള്ള ചില വസ്ത്രത്തിന് നല്ല കനവുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഓടിയാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് ഫിനിഷ് ചെയ്യാനൊക്കത്തില്ല. ഓട്ടക്കളത്തിൽ ഓടുക, ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ വെയിറ്റ് ഉണ്ടാക്കുന്നതൊന്നും കൈ കാണരുത്, ഫിനിഷ് സമയത്ത് ചെല്ലാനൊക്കുകയല്ല. ഓട്ടക്കളത്തിലോടും നോരനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നതേകൻ മാത്രമല്ല. ആമേൻ. ഓട്ടക്കള്ളത്തിലോടും നോരനേക ഓ ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിട. ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആമേൻ. ആശ വെച്ച പന്തയ പൊരുൾ ലഭിച്ചിട. ഭാരം പാപം ഓടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളില അങ്ങും ഇങ്ങും നോക്കിയ നീ മുന്നിൽ പോയിടാ. ഭംഗമില്ലാതോടിയ കിരീടം പ്രാപിക്കാം. അങ്ങും ഇങ്ങും നോക്കിയാൽ നീ ഭംഗമില്ലാതോടിയാൽ പ്രാപിക്കാം. ഭാരം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ട് ഓട്ടം തികയ്ക്കാം. പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടും ഓട്ടം തികയ്ക്കാം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ പലതും വർജിച്ചാണ് ഈ ഓട്ടക്കളത്തിൽ ഇവർ നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഗുണപാഠമാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ കച്ചേരി നടത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ, പാട്ട് പാടുന്നവര്. ഈ കണക്കും കാര്യവുമായിട്ട് പാട്ട് പാടുന്നവരുടെ കാര്യമായി പറഞ്ഞു. ഉമ്മ കിടന്ന് അലറുന്ന ഞങ്ങളെ പോലെ ഓടിവായു എന്നും പറഞ്ഞ് അലറുന്നവരുടെ കാര്യമല്ലേ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ അങ്ങനെ വലിയ കണക്കൊന്നും ഇല്ല. നമ്മൾ ആ കൂടെ സ്വരം പറഞ്ഞ നീസരി സരിമ രിപമ നിപമ പസസനി പനിപമ. മിക്കവാറും ഇത് കേട്ട് കഴിയുമ്പോൾ പനിയാ. പാടിയ പുള്ളിക്കും പനി. പനി 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 എന്നും പറഞ്ഞല്ലേ. എന്നാൽ ഇത് ചിട്ടയോടെ ക്രമീകൃതമായി അതിൻ്റെ അടുക്കും ചുറ്റകിലും പഠിച്ച ആൾക്കാരുണ്ട്. കച്ചേരി നടത്തുന്ന ആൾക്കാരുണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. അവരെ നിങ്ങൾ ഒന്ന് വിളിച്ച് ചോദിച്ച്, ഉദാഹരണം ബഹുമാനപ്പെട്ട യേശുദാസോ പിന്നെ എസ് ജാനകി, അവരൊക്കെ പഴയ ആൾക്കാരാ. ഇപ്പോൾ 80 വയസ്സൊക്കെ കഴിഞ്ഞു. അല്ല, അതിന് പിൻതലമുറയോടൊക്കെ നിങ്ങൾ ചോദിച്ചേ, അവരെല്ലാം ഭക്ഷണം കഴിക്കുകയല്ല, എല്ലാ പാനീയവും കുടിക്കത്തില്ല, എല്ലാ ക്ലൈമറ്റിലും ചെന്ന് പെടുകയല്ല. ഒത്തിരി കാര്യം അവർ ശ്രദ്ധിക്കും. ഉറക്കം, സംസാരം, ചുമ്മാ കിടന്ന അലക്കുകയല്ല അവർ.
വീട്ടിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ആലറ് നിന്നെ കൊല്ലുപൊടി എന്നും പറഞ്ഞു. ഇല്ല. എല്ലാം നല്ലതുപോലെ തണുത്തത്, നല്ലതുപോലെ ചൂട്, ഇതൊക്കെ അവർ വർദ്ധിച്ചാ ജീവിക്കുന്നത്. തണുത്ത തൈര് ഇതൊക്കെ ഇഷ്ടമായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. പക്ഷെ അയ്യോ വേണ്ടാന്ന് പറയും, വേണ്ട. ഇഷ്ടപ്പെട്ടതാ, പക്ഷെ അതിനാ തൊണ്ടയ്ക്ക് ക്ഷീണമാണ്. ഒരിക്കലെ ഏതോ ഒരു പ്രോഗ്രാം ഞാനും എതിർച്ചയാ കണ്ടു. അപ്പൊ കണ്ടപ്പം അന്ന് ജഡ്ജായിട്ടിരിക്കുന്നതിൽ ഒരാള് MG രാധാകൃഷ്ണൻ്റെയും പിന്നെ ഇതിൻ്റെ ബ്രദറിൻ്റെ പേരിന ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ അവരുടെ പെങ്ങള് ഡോക്ടർ ഓമനക്കുട്ടി എന്ന് പറയുന്ന ആ പ്രഗത്ഭയായ സംഗീതജ്ഞയാണ്. അപ്പോൾ അവർ സംസാരിച്ച കൂട്ടത്തിൽ ഒരു പദം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവർ പറഞ്ഞു, നന്നായിട്ട് സംഗീതം ചെയ്യുന്നവര് തൊണ്ട പട്ടിനകത്ത് പൊതിഞ്ഞു വെക്കുമെന്ന്. ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണല്ലോ പട്ടിനകത്ത് പൊതിയുന്നത്. അതിൻ്റെ ആശയം അതാ. അത്രയ്ക്കത് സൂക്ഷിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എല്ലാം കുടിക്കത്തില്ല, എല്ലാം കഴിക്കത്തില്ല, എല്ലായിടത്തും പോകത്തില്ല, എല്ലാവരും സംസാരിക്കും പോലെ സംസാരിക്കത്തില്ല. അതിരാവിലെ എഴുന്നേക്കും, പ്രാക്ടീസ് ചെയ്യും. അതിന് എന്തുവാ സാധകമോ ഒക്കെ ചെയ്യും. രാഗം വിസ്തരിക്കും, അതെല്ലാം അവർ ചെയ്യും നിരന്തരം, എന്നും. സ്തോത്രം. എങ്കിലേ കച്ചേരി നടത്തുമ്പം കൃത്യത്തിന് അത് ചെയ്യാൻ പറ്റൂ. കാരണം ഇരിക്കുന്നതും വിദ്വാന്മാരാ. അതുകൊണ്ട് ആരോട് പറഞ്ഞു ഒന്നുകൂടെ പാടാൻ. പുള്ളി ഓർത്ത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടാന്ന്. ഇല്ല, പിന്നെയും പാടാൻ പറഞ്ഞു. ആ പാട്ട് തന്നെ ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് തൃപ്തിയായി, തെറ്റിക്കാതെ പാടാൻ, തെറ്റിക്കാതെ പാടിയച്ചോടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ സംഗീത ശുശ്രൂഷ. നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാരണം തെറ്റിക്കഴിയുമ്പോൾ മറുഭാഷ പറയാം. ഹൃദയത്തിൻ്റെ താളത നമുക്ക് അതുങ്ങൾക്ക് അതില്ല. അത് ഞാൻ തമാശ പറഞ്ഞല്ല. നമുക്ക് തെറ്റുകയോ മറന്നു പോവുകയോ ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് വെച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് ചെന്നപ്പോൾ ഹൃദയം അങ്ങോട്ട് ഇട്ടപ്പോൾ അവിടെ ഉടനെ അതിൻ്റെ താളത്തിന് അവർക്കത് പറയാനൊക്കത്തില്ല, ഇല്ല. അപ്പം അത് കൃത്യമായിട്ട് അവർ പാടിയേ ഒക്കും. നമുക്കിതുള്ളതുകൊണ്ട് ആട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ടവര് പലതും വർജിച്ചാ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കുഴപ്പമുണ്ടാക്കുന്നതൊന്നും ഓട്ടക്കാര് കഴിക്കത്തില്ല, വേണ്ടാന്ന് വെക്കും, വർജിക്കും. തൊണ്ടയ്ക്ക് ക്ഷതം വരുന്നെന്ന യാതൊന്നും ഇഷ്ടപ്പെട്ടതാണേലും ഉപയോഗിക്കത്തില്ല, വർജിക്കും. അതാ വ്രതം, വർജിച്ച് ജീവിക്കുക. പെന്തിക്കോസുകാരാകുന്ന നമുക്കും വ്രതകാലമാണ്. നമ്മുടെ വ്രതകാലം രക്ഷിക്കപ്പെട്ട അന്ന് തുടങ്ങി. എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഓർപ്പിച്ചല്ലോ, ഒന്നെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടണം, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ ആ വരവ് വരെ. അതാണ് നമ്മുടെ വ്രതകാലം. ഈ വ്രതകാലത്ത് സകലത്തിലും വർജനം വേണം, വേണ്ടേ? എല്ലാത്തിലും വർജനം വേണം. ഈ വർജിക്കേണ്ട കാര്യം പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ല, പിള്ളേരെ എല്ലാം കൂടെ തുള്ളിച്ചാടിച്ച് ബഹളം ഉണ്ടാക്കി എല്ലാം കൂടെ അടിച്ച് പേരിക്ക് കൊച്ചുങ്ങൾ തുള്ളി ഊപ്പാട് വന്ന് സ്തോത്രം പ്രമാണം എന്നാ ഉപദേശം എന്നാ വർജിക്കേണ്ടതെന്ന് കൊച്ചുങ്ങൾക്ക് അറിയാൻ മേല. പാച്ചോറ് വന്ന് അതും കൊച്ചുങ്ങൾ മേടിച്ചു തിന്നു. 28 കെട്ട് അതും മേടിച്ചു തിന്നു. ക്രിസ്തുമസ് കേക്ക് തന്നേക്കാൻ പറഞ്ഞു, അതും കൊച്ചുങ്ങൾ തിന്നു. അടിയന്തരത്തിന് 16 അടിയന്തരത്തിന് ചോറ് ഇല നിറച്ചിട്ടോളാൻ പറഞ്ഞു, അതും കൊച്ചുങ്ങൾ തിന്ന്. മനസ്സിലായോ? അന്ന് കണ്ടതും കൈ കിട്ടിയതെല്ലാം വലിച്ചു വാരി തിന്നുകയും കുടിക്കുകയും കഴിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ്
വർജിക്കണം. സകലത്തിലും വർജനം വേണം. സംസാരത്തിൽ വർജനം വേണം, വേണ്ടേ? പ്രവൃത്തിയിൽ വർജനം വേണം. വസ്ത്രധാരണത്തിൽ വർജനം വേണം. എല്ലാവരും ഉടുക്കുന്നതും എല്ലാവരും ധരിക്കുന്നതും നമുക്ക് പാടില്ല. മൃതന്മാരാ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും കഴിക്കുന്നത് കഴിക്കാനും പ്രമാണമില്ല. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം വർജിച്ചിരിക്കണം. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിട്ടിരിപ്പീൻ. അതുകൊണ്ട് വാവ്, പെരുന്നാള്, ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. ഇതെടുത്തേച്ച് അവിടെ പോയി അതുകൂടെ എടുക്കരുതെന്ന വർജിക്കണം. ആ വർജിച്ച് ജീവിക്കുന്നവരാ വൃതന്മാര്. ആ വൃതന്മാർക്ക് ആ പത്രോസ് ലേഖനം എഴുതുന്നത്. ആ വൃതന്മാരോടാ പറഞ്ഞിരിക്കുന്നത്, ഈ കഷ്ടതയും ദുരിതമൊക്കെ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തി, നിങ്ങൾക്കറിയാം അതിങ്ങനെ, ഇത് വേഗം തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ കഷ്ടതയും ദുരിതവും പങ്കപ്പാടും എല്ലാം വേഗം തീരും, നമ്മൾ ഇവിടുന്ന് പറന്നു പോകും. പ്രാവിനെ പോലെ നീക്കുണ്ടു ചീറകെന്നാൽ വേഗം പറന്നങ്ങ് എത്തും ന്യൂനം. പ്രാവിനെ പോ എനിക്കുണ്ടു ചീറകെന്നാൽ വേഗം പറന്നങ്ങ് എത്തുന്നു ഞാൻ. പ്രാവിനെ പോൽ എനിക്കുണ്ടു ചീറകെന്നാൽ വേഗം പറന്നങ്ങു എത്തും ന്യൂനോ. പ്രാവിനെ പോൽ എനിക്കുണ്ടു ചീറകെന്നാൽ വേഗം പറന്നങ്ങു എത്തും ന്യൂനോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വേഗം തീരും, നമ്മൾ ഇവിടുന്ന് മറന്നും പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ആട്ടെ, മുമ്പോട്ട് ഓടിച്ചു പോകാം. 1-ാം അധ്യായത്തിൽ പറയുക, കഷ്ടതക്കാർ അല്പനേരത്തേക്കേ ഉള്ളൂ, കുറച്ച് നേരത്തേക്ക്, അധികം വിവരിക്കുന്നില്ല. എന്നിട്ട് പറയുക, നിങ്ങളെ പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെയൊന്നും കൊണ്ടൊന്നും അല്ല വീണ്ടെടുത്തിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. പരിശുദ്ധ രക്തത്താൽ. അങ്ങനെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് 2-ാം അധ്യായത്തിൽ പറയുകയാണ്. ആ 2:9 വായിച്ചേ. 2:9. കറണ്ട് പോയോ? ആ ആ എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായത്തിൽ 1, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നിങ്ങൾ വൃതന്മാരാ. ഈ വൃതന്മാരോട് പറയുക, പിന്നെ ഈ കഷ്ടതയും ദുരിതവും ഒരല്പനേരത്തൊക്കെ ഉള്ള നിരാശപ്പെട്ടു പോകരുത്. അങ്ങനെയുള്ളവരോട് 2-ാം അധ്യായത്തിൽ പറയുക, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ ഘോഷിക്കണം. ചുമ്മാ ചോറും മീനും തിന്ന് ഉറങ്ങി ആയുസ് തീർക്കരുത്. ഒരു പ്ലേറ്റ് ചോറും അതിനെടുത്ത കൂട്ടാനും 12 മണിക്കൂർ കിടന്ന് ഉറക്കവും എല്ലാവരുടെയും കാര്യമല്ല. നിങ്ങളെ ഇങ്ങനെ വേർതിരിച്ചത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കണം, യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം, യേശുവിനെ പറ്റി പറയണം. അത് കൂട്ടുകാരോട് പറയണം, സ്നേഹിതരോട് പങ്കുവെക്കണം. ഇടപെടുന്ന എല്ലാ മേഖലയിലും അവസരം കിട്ടുമ്പോൾ യേശുവിനെ പറ്റി ഘോഷിക്കണം. അതിനാരെയും പേടിക്കുവൊന്നും വേണ്ട, കണ്ടമാനം ഒന്നും പറയണ്ട. ഒറ്റവാക്ക് പറഞ്ഞാൽ മതി, യേശു നിന്നെ രക്ഷിക്കും. ടൈമായെങ്കിൽ അവൻ അകത്ത് കയറും. ചെല്ലു പറയാനുണ്ട്, അയ്യോ ആ ആള് വന്നതിൻ്റെ ഇടയ്ക്ക് എത്ര മണിക്കൂറിരുന്ന് എന്തിനങ്ങനെ മെനക്കെടുന്നു. അങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ആ പാസ്റ്റർ വന്നിങ്ങനെ മണിക്കൂറുകൾ എൻ്റെ ഇടയ്ക്ക്
പിന്നെ എന്നതിന് അവൻ ഗുണമാകുകയില്ല. എടാ, വിടുതൽ പ്രാപിക്കുന്നതിന് അല്പനേരം മതി, ഒറ്റ നിമിഷം മതി, ഒറ്റ മിന്നല്. അന്നേരം ചാടി എഴുന്നേറ്റ് ആട്ടടയന്മാർ വന്ന് യേശുവിനെ കണ്ടു. ഒറ്റ മിന്നലില്ല മണിക്കൂറുകളോളം ഉണ്ടോ? അയ്യോ, ഞങ്ങളുടെ അവിടെ ഒരു മിന്നൽ 2.5 മണിക്കൂറായിരുന്നു. ഒരു മിന്നല് ഇല്ലല്ലോ, മിന്നല് തീർന്നു. ഒറ്റ മിന്നല്. അന്നേരം ആട്ടടയന്മാർ ചാടി എഴുന്നേറ്റു. അവർ വന്ന് യേശുവിനെ കണ്ടു. സ്തോത്രം. അന്നേരം കണ്ടു. ഒറ്റ മിന്നല് മതി. പൗലോസ് ഈ മാർഗക്കാരെ കൊല്ലാൻ വാഹനമൃഗത്തിന്റെ പുറത്ത് വാശിയോടെ വന്നപ്പോൾ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് ഒരു മിന്നല്, സൂര്യനേക്കാൾ കവിഞ്ഞ ഒറ്റ മിന്നലുകൊണ്ട് കാര്യം റെഡിയായത് കണ്ടോ? അന്നേരം നമ്മള് ചിലരൊക്കെ ചെന്നിരുന്ന് ഇങ്ങനെ അങ്ങനെ ചോ ഇങ്ങനെ ചോ അച്ഛാൻ ഇങ്ങോട്ട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ. ഒരു മിന്നല് മതി ഗുണമാകാൻ. ദൈവത്തിന്റെ മഹത്വം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും, യേശു നിന്റെ പാപത്തെ മോചിക്കും, യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകും, യേശു ക്രിസ്തുവിന് കൂടി രക്ഷയുണ്ട്. ഇത് പറയുന്നതിന് ബൈബിൾ സ്കൂളിലൊന്നും പോകണ്ട, തിയോളജി പഠിക്കണ്ട, ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. വേണമെന്ന് അനുഭവത്തിൽ നിന്ന് പറയാ, യോ ഞാനൊരു സമാധാനം ഇല്ലാഞ്ഞ വ്യക്തിയാ, എൻ്റെ യേശു എനിക്ക് സമാധാനം തന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്നും അലോഗ്യമായിരുന്നു, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു, അന്ന് അലോഗ്യം നിന്നു, ഇപ്പൊ കുടുംബമായി ഞങ്ങൾ ആനന്ദിക്കുന്നു. ഇത് പറയുന്നതിന് തിയോളജി ഒന്നും പഠിക്കണ്ട. അല്ല, തിയോളജി പഠിച്ചാൽ ഇത് പറയത്തുമില്ല. സ്തോത്രം. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം, അതിനാ നമ്മളെ വിളിച്ചത്. സ്തോത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവര് 2-ാം അധ്യായത്തിന്റെ 1 കിടപ്പുണ്ട്. ചില കാര്യമല്ല അകത്തിൽ നിന്ന് കളയണം. ഇത് കളഞ്ഞേച്ച് വേണം സൽഗുണം ഘോഷിക്കാൻ നടക്കാൻ. വായിച്ചേ 2:1 മുതൽ. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഇത് നീക്കിയേച്ച് വേണം സൽഗുണം ഘോഷിക്കാൻ. അസൂയയും നുണയും വ്യാജഭാവവും എല്ലാം അകത്ത് വെച്ചേച്ച് സൽഗുണം ഘോഷിക്കാൻ പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? ഹൃദയത്തിനകത്തെ ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ, ഇത് അകത്തിൽ നിന്ന് നീക്കിയേച്ച് വേണം വിളിച്ചവന്റെ സൽഗുണം ഘോഷിക്കാൻ. കൂട്ടു സഹോദരനോട് വൈരാഗ്യം വെച്ചേച്ച് സൽഗുണം ഘോഷിക്കരുത്, എഫക്റ്റ് ചെയ്യുകയല്ല. ഹൃദയത്തിനകത്ത് ചതിവ. കൂട്ടുവേലക്കാരനെ ചതിക്കുന്നു, കൂട്ടു സഹോദരനെ ചതിക്കുന്നു, കൂട്ടു സഹോദരിയെ ചതിക്കുന്നു, കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നു. ഇതെല്ലാം കണ്ടമാനം ചതിച്ചേച്ച് നിന്ന് സൽഗുണം ഘോഷിക്കുക. നിങ്ങൾക്ക് എന്നാ പറ്റി? എല്ലാം ഇങ്ങനെ മനസ്സിലാകാടിയാന്നോ? ഞാൻ വളരെ ലളിതമായിട്ടാ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? അതറിഞ്ഞാൽ മതി. നിങ്ങൾ ചാടുകയും തുള്ളുകയൊന്നും വേണ്ട, മനസ്സിലായാൽ മതി. അല്ലോ ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇരുന്നോണ്ടാന്നേലും പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് അയാൾ എന്നാ പറഞ്ഞു ഒന്നും പിടികിട്ടിയില്ല എന്ന് പറയരുത്. ഒരാളെങ്കിലും പറയണം, എടാ അയാൾ വയ്യാതെ ഇരുന്നാന്നേലും കാര്യം അയാൾ പറഞ്ഞു പോയത്, അത് വേണം. സ്തോത്രം. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, എല്ലാ നുണ, ഇത് അകത്തീന്ന് നീക്കി കളഞ്ഞേച്ച് വേണം വിളിച്ചവന്റെ സൽഗുണം ഘോഷിപ്പാൻ. ഇതാ വ്യവസ്ഥ. അതാ വ്യവസ്ഥ. കയ്യിലിരിപ്പ് മുഴുവൻ ദുഷ്ടതയും ചതിവും വ്യാജഭാവമാണ്.
അവനങ്ങോട്ട് അവൻ ആരാന്നറിഞ്ഞോ. ഇത് കഴിഞ്ഞാൽ സൽഗുണം ഘോഷിക്കുക. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് കൊയ്നോന്യ, കൂട്ടായ്മ, സൽഗുണമാണ്. കൂട്ടുവേലക്കാരനെ ചതിച്ചു, അവനെ ചതിച്ച് ദേശത്തിൽ നിന്ന് തോരത്തി. ആത്മീക ലോകത്ത് പോലും അവനിപ്പം ഇല്ല. അവനെതിരെ കേസ് കൊടുത്തു, അവനെതിരെ കുരുക്കുണ്ടാക്കി, അവനെതിരെ ഫേസ്ബുക്കിലും കുന്നത്തിനകത്തും കോടാലിക്കകത്തും ന്യൂസ് കൊടുത്ത് അവനെ ഒതുക്കി. ഒന്ന് മനസ്സിലാകാഴിയാന്നോ? അവന് ചെയ്യാവുന്ന സകല ദ്രോഹം ചെയ്തു. എന്നിട്ട് ഞായറാഴ്ചയാകുമ്പം ഒന്നേ സഭയിൽ അല്ലെങ്കിൽ പരസ്യയോഗത്തിന് അല്ലെ കൺവെൻഷൻ വേദികളിൽ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ. സ്റ്റേജ് കയറുന്നതിന് മുന്നേ പാര വെച്ചേച്ചാ സൽഗുണം ഘോഷിക്കുക. ഒരു കോന്തനും ഇതിനകത്ത് വരികയല്ല. ഞാൻ പൊതുവിലായി പറയാനത്, ഒരു സഭയോ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല, എന്നെയും കൂടെ പ്രതിയാർത്തായി പറയാന്ന്. ഹൃദയത്തിനകത്ത് നിന്ന് ദുഷ്ടതയും ചതിവും വ്യാജഭാവോ അസൂയ എല്ലാം നുണയും നീക്കണം. നീക്കിയിട്ട് വിളിച്ചവന്റെ സൽഗുണങ്ങള് ഘോഷിക്കണം. അങ്ങനെ നീ ഘോഷിച്ചാൽ കേൾക്കുന്നവർക്ക് വിടുതലാ, കേൾക്കുന്നവർക്ക് അനുഗ്രഹമാ. നീ പിന്നെ ഒത്തിരി മസില് പിടിക്കണ്ട. ഇതെല്ലാം കൂടെ നീക്കിയേച്ചൊന്ന് ഘോഷിച്ച് കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകും, കേൾക്കുന്നവർ ചൈതന്യപ്പെടും, കേൾക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകും, കേൾക്കുന്നവരെ യേശു സൗഖ്യമാക്കും, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകും, വരുന്നവർക്കും അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാ വിശുദ്ധ വംശമേ. വിളിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാ വിശുദ്ധ വംശമേ. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാ. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചാൽ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാ. ഓ സ്തുതിപ്പി സ്തുതിപ്പി ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനെ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപമേ മറക്കുമോ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപമേ മറക്കുമോ. പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിപ്പാൻ പരിശുദ്ധനോട് പരമസംഗമേ. പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരമസംഗമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ കർക്കശമായി പറയുക വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. 1-ാം അധ്യായത്തിൽ വൃതന്മാരോടാണ് ഇത് പറയുന്നത്. ആരാ വൃതന്മാർ? വർജനം ആചരിച്ച് ജീവിക്കുന്നവർ. ആ ജീവിക്കുന്ന വൃതന്മാരോട് പറയുക, ഈ കഷ്ടതയും ദുരിതവും ദുഃഖവും ഒക്കെ അല്പനേരത്തേക്കേ ഉള്ളൂ. അങ്ങനെയുള്ളവരോട് പറയാൻ വിളിച്ചവന്റെ അല്പനേരം ഉള്ളെന്നോർത്ത് ഉഴപ്പരുത്. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ അകത്ത് നിന്ന് ദുഷ്ടതയും ചതിവും വ്യാജഭാവോ അസൂയ നുണയെല്ലാം നീക്കണം. നീക്കിയേച്ച് വേണം ഇത് ഘോഷിക്കാൻ. ഇതും വെച്ചോണ്ട് ഘോഷിക്കരുതെന്നായി പറഞ്ഞത്. കൂടെയുള്ള പാസ്റ്റർക്കെതിരെ കേസ് കൊടുത്തേച്ചാ സൽഗുണം ഘോഷിക്കുക. കൂടെ ഒരു സെന്ററിലുള്ളവനെ തകർത്തേച്ചാ സൽഗുണം ഘോഷിക്കുക. കൂട്ടുവേലക്കാരനെ കൂട്ടുവിശ്വാസിയെ തല്ലാനായിട്ട് ചെങ്കച്ചൂള എന്ന് പിള്ളേരെ ഇറക്കി എന്നുവെച്ചാൽ സൽഗുണം
ഹോളിന്റെ മുറ്റത്ത് കയറിയ കുതികാല് വിട്ടുവന്ന് എന്നിട്ട് സൽഗുണം ഘോഷിക്കുക. പോലീസ് വരെ വന്ന് നിൽക്കുന്നു. ഇവിടെ നിന്ന് ക്രിസ്തുവേശുവിന്റെ ഭാവം തന്നെ നമ്മളിലും. പോലീസുകാരൻ അന്നം വിട്, ഇവൻ തന്നെയല്ലേ അവിടെ നിന്ന് കേസ് തന്നേച്ചു. എന്നാ നമുക്ക് യോഗം ഭരിച്ചു വിടാം, അതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാ ഇരുന്ന് മെനക്കെടുന്നേ? ഇത് അകത്തു നിന്നതെല്ലാം നീക്കണം, എന്നിട്ട് സൽഗുണം ഘോഷിക്കണം. 3:9-10. ആ 8 മുതൽ വായിച്ചോ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതി മനസ്സലിവും 5 കാര്യം. 2-ാം അധ്യായത്തിന്റെ 1-ൽ 5 കാര്യം അകത്തു നിന്ന് കളയണം. ഏതാ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ. 5 അകത്തിരിക്കുന്ന 5 എണ്ണം എടുത്ത് വെളിയിൽ കളയണം. അപ്പൊ അവിടെ ഫ്രീ ആയി കിടക്കുക. ഫ്രീ ആയിട്ടിടരുത്, വേറെ ആള് കയറി വരും. അങ്ങനുണ്ട്. ഫ്രീ ആയിട്ടിട്ടാൽ വേറെ ആള് കയറും. വേറെ ആള് വരുന്നതിന് മുന്നേ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യം കൊണ്ട് ഫില്ല് ചെയ്യണം. എന്ത് വാക്യം? 8-ാം വാക്യം. 1 ഐക്യമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി. ഈ 5 കാര്യം കൊണ്ട് ഫില്ല് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഫില്ല് ചെയ്യണം. എന്നിട്ട് ദോഷത്തിന് ദോഷവും ശകാരത്തിന് പകരം ചെയ്യരുത്. അത് നമ്മുടെ മാർഗമല്ല. പ്രതികാരം ദൈവത്തിനാ, നമുക്കല്ല. പകരം ചെയ്യരുത്. തിന്മയെ തിന്മ കൊണ്ടല്ല. യേശു അതല്ലേ കാണിച്ചേ? നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകൂനിശാതിൽ മരണം വരെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകൂനിശാതിൽ മരണം വരെ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഗീതത്തെ തികപ്പതിന. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകൂനിശാതിൽ മരണം വരെ. അപ്പൊ തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. ദോഷത്തിന് ദോഷം ചെയ്യരുത്, ശകാരത്തിന് ശകാരം പകരം ചെയ്യരുത്. പിന്നെ എന്തോ ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഒരു വീട്ടിൽ ചെന്നാലും അനുഗ്രഹം പറയണം. ഓ ഈ വീട് മുടിഞ്ഞു പോകുന്ന അങ്ങനെ പറയരുത്. ഒരു വ്യക്തിയെ ദൈവം നിന്നെ അനുഗ്രഹിക്കും അങ്ങനെ പറയണം. ഓ അവൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്നവരായിട്ടിരിക്കണം. പ്രാഗി അലക്കുകയൊന്നും ചെയ്യരുത്. സഹോദരിമാരോടും പറയാം, ഓ ഈ വീട് മുടിഞ്ഞു പോവുകയുള്ളു. വീട് മുടിയത്തില്ല, നീ മുടിയും. നീ ഇരിക്കുന്നിടത്തോളം കാലം ആ വീട് രക്ഷപ്പെടുകയും അങ്ങനെ പറയരുത്. പക്ഷേ ഈ വീട് ദൈവം അനുഗ്രഹിക്കും, ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ ദൈവം മാറ്റും, ഇത് പറയണം. ഓ കൊച്ചു മുടിഞ്ഞു പോവുകയുള്ളു അങ്ങനെ പറയരുത്. എൻ്റെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. കൊച്ചുങ്ങളെ ഉറങ്ങിക്കിടക്കുമ്പോൾ തലേ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. മനസ്സിലായോ? അല്ല, കൊച്ചുങ്ങളെ ഉറങ്ങിക്കിടമ്പം മാപ്പിളയും പെമ്മളും കൂടെ ഗുസ്തി ഉണ്ടാക്കുകയല്ല. തൻ്റെ കൂടെ ജീവിച്ചതാ ഞാൻ. ഈ കൊച്ചുങ്ങളെ ഓർത്ത് ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ നെയ്യാർ ഡാമിൽ ചാടി ചാകും. കൊച്ചുറങ്ങിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ കൊച്ചിനെ ഓർത്താ ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഉടനെ അവൻ നിന്നേക്കാളും നല്ല ആലോചന എനിക്ക് വന്നതാ. ആലോചന വന്നവളിപ്പോൾ ലണ്ടനിലിരിക്കുക. പിന്നെ
അവള് ചാൾസ് രാജകുമാരൻ്റെ ഭാര്യയല്ലേ. അങ്ങനൊന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. സ്തോത്രം. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കണ്ടുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. സ്തോത്രം. രാത്രിയുടെ നിശബ്ദതയിൽ ഭർത്താവ് എഴുന്നേറ്റു. നിങ്ങൾ യോജിക്കുമെന്നറിയത്തില്ല. ഭാര്യ ഉറങ്ങുക, കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഭർത്താവ് ഉറങ്ങിക്കിടക്കുക, ചെന്ന് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ രാത്രി കിടക്കുക കാലൻ, ഇതല്ല പറയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? പ്രായമുള്ള അപ്പനും അമ്മയും കിടക്കുമ്പോൾ കാൽക്കട്ടി എന്ന് ആ കാലിലെ കൈവച്ച്, അല്ലെ ദേഹത്തെ കൈവച്ച്, ദൈവമേ അപ്പച്ചനെ അനുഗ്രഹിക്കണേ, അമ്മച്ചിയെ അനുഗ്രഹിക്കണേ, ദോഷമൊന്നും വരുത്തരുതേ, കഷ്ടപ്പെടാൻ അനുവദിക്കരുത്, ദീർഘായുസ് കൊടുക്കണം. ആർക്കൊരു ഇങ്ങനൊക്കെ ചെയ്യണമെന്ന്. അല്ലാന്ന് കിടക്കുക ഇതൊന്നും അല്ല പറയേണ്ടത്. അനുഗ്രഹിക്കുന്നവരായിട്ടിരിക്കണം. രാവിലെ എഴുന്നേറ്റ് അപ്പുറത്തെ വീട്ടുകാർ ദൈവമേ അനുഗ്രഹിക്കണേ അങ്ങനെ പറയൂ. ദൈവമേ പറിച്ചു മാറ്റണേ എൻ്റെ യേശുവേ ഈ ദേശത്ത് നിന്ന്. എങ്ങനെ രക്ഷപ്പെടും പറ? ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് തിണ്ണയിലാണ് വന്നിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒറ്റയ്ക്ക് മറ്റവരെ ശല്യപ്പെടുത്താറ് തിണ്ണേ വന്നൊരു കസേരയുണ്ട്. കസേരയിൽ ഞാൻ അയലത്തുള്ള വീടിനെ എല്ലാം ചൂണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരാരും അറിയുന്നില്ല. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യണം. എടാ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ മാർഗത്തിൽ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം അനുഗ്രഹിക്കണം. അനുഗ്രഹം അനുഭവിപ്പാനല്ലേ നമ്മളെ വിളിച്ചേക്കുന്നേ. നീ അന്നേരം ചുമ്മാ അലക്കുകയും സ്തോത്രം അത് പാടില്ല. അതാ 3-ാം അധ്യായത്തിൽ കർക്കശമായി പറഞ്ഞു. 4-ാം അധ്യായത്തിൽ പറഞ്ഞു ആ പണ്ടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മോഹങ്ങളും ഒന്നും ഇനി പാടില്ല കേട്ടോ. 4:2 ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ ചേടിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിനെ പാപം വിട്ടൊടിഞ്ഞിരിക്കുന്ന കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും വെറുക്കൂത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് വായിച്ചതും മതി 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 മതി. അപ്പോൾ ഈ വിധത്തിലൊക്കെ ജീവിച്ച് നടന്ന് കാലം പോക്കിയത് മതി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. സ്തോത്രം. വിവരിക്കുന്നില്ല. 16-ാം വാക്യത്തെ പറഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് കട്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത് കേട്ടോ. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ. എന്നരുൾ ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ. എന്നരുൾ ചെയ്ത ജയവീരനൻ കൂടെയുള്ളതിനാൽ. സ്വർഗ സിയോൻ പുരിയിലെത്തിയിട്ടരുമനാഥനുമായി. സ്വർഗ സിയോൻ പുരികിലെത്തിയിട്ടരുമനാഥനുമായി വാണിടുന്ന നാളിന ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിന ഞാൻ നോക്കി പാർക്കുന്നേ. അനന്തമാം നിൻ ജീവിതത്തിൻ നാളുകൾ നിലയ്ക്കുമ്പോൾ ഹൃദി കൊതുക നിറഞ്ഞിടുന്നി ഭാഗ്യാനന്ദമേ. സ്വർഗ സിയോൻ പുരികിലെത്തി സ്വർഗ സിയോൻ പുരിയിലെത്തിയിട്ടരുമനാഥനുമായി വാണിടുന്ന നാളിന ഞാൻ നോക്കി പാർക്കുന്നേ. അവൻ വാണിടുന്ന നാളിന ഞാൻ നോക്കി പാർക്കുന്നേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടിടുവീൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ 4-ാം അധ്യായത്തിൽ പറയുക ആ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന ലജ്ജിക്കരുത്. ഇത് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയച്ചേ
5:7 പറയുകയാ, നിങ്ങൾക്കായി കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഈ വിധത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ആ ദൈവമുണ്ട്. ഉറപ്പാ. വ്രതം കാത്ത് അകത്തീന്ന് ഇതെല്ലാം കളഞ്ഞ് നല്ല കാര്യങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്ത്, സ്തോത്രം, വേർപാട് പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരോട് 5:7 പറയുകയാ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം, സമയമായല്ലോ. ഈ വിധത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. വായിക്കണ്ട. ഉൽപ്പത്തി 22 ഇസഹാക്കിന് വേണ്ടി കരുതിയൊരു ആട്ടിൻകുട്ടിയുണ്ട്. സ്തോത്രം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഉൽപ്പത്തി 21 ഇസ്മായേലിന് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17 ഏലിയാവിന് വേണ്ടി കരുതിയൊരു ദൈവമുണ്ട്. കലത്തിലെ മാവും കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണയും തീർന്നില്ല. അവളും അവനും അവിടെ കുടുംബക്കാരും മുഴുവൻ അഹോവൃത്തി കടിച്ചെന്ന അവളെന്ന് പറഞ്ഞ ആ സഹോദരി, അവൻ ഏലിയാവ് അവിടെ പാർക്കുക. അഭിഷിക്തൻ വീട്ടിൽ പാർക്കുന്നിടത്തോളം കാലം നിന്റെ ഭരണിയിലെ എണ്ണയും കുറയത്തില്ല, കലത്തിലെ മാവും. സ്തോത്രം. ഈ ബഹുമാന്യ കർത്തദാസൻ ആയുസോടിരിക്കുക. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുക, ഒന്ന് കുറവും വരികയില്ല, ഒരു ദോഷവും വരികയില്ല. ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് അവിടെ ഉള്ളിടത്തോളം കാലം, അത് ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചെന്ന ഏറിയ നാള് ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ, ചെലവാക്കിയാൽ, ചെലവഴിച്ചാൽ നിന്നെ പുലർത്താൻ കരുതുവാൻ ദൈവം വിശ്വസ്തനാ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പ്രഭാതത്തിൽ വന്ന് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും? ഒന്നുമില്ല. അഞ്ഞു വരാൻ പറഞ്ഞു. കയറി വന്നപ്പാണ്ട് അപ്പവും കനലുമേ ചുട്ട മീനുമൊക്കെ ഇരിക്കുക, കഴിച്ചോളാൻ. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കരുതിയ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നമ്മെ പുലർത്തുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പഴയ പാട്ടിന്റെ ഈരടികൾ ഒന്നുകൂടെ ചേർന്ന് പാടി നമുക്കിന്ന് രാത്രി പ്രാർത്ഥിച്ചു പിരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണപാനീയമില്ലാതെ അലഞ്ഞിടുമ്പോൾ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകും. ഭക്ഷണ പാനീയമില്ലാതെ ശക്തിമാന്മാരുടെ നല്ല ഭോജനമേകോ. തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കു, തൃക്കൈയൊന്നു തുറക്കുമ്പോൾ സർവജീവജാലങ്ങൾക്കോ തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. തൃപ്തി വരുത്തുന്ന പരിപാലകനല്ലോ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി ആമേ വിടുകില്ലെന്നരുളിയ കരുണാനിധി. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളി കരുണാനിധി. എൻ കാലം പിടിച്ചനുദിനം മരുഭൂമിൽ നടത്താമെന്നു ഒരു നാളും മറക്കുകയില്ല. എൻ കാലം പീഡിച്ചാനുദിനം മരുഭൂമിൽ നടത്താമെന്നു ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഈ രാത്രിയിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. യാത്രയിൽ കർത്താവ് തുണ നിന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന കോട്ടയും വിടുതലുമായിരുന്നു. മടക്കയാത്രയോർത്തും പ്രാർത്ഥിക്കുക. അവിടുത്തെ വരവ് താമസിച്ചാൽ വീണ്ടും ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ സാവകാശം ദൈവം ഒരുക്കട്ടെ.
ഈ വേലയെ, ഇവിടുത്തെ പ്രവർത്തനങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഷീലാസ് പാസ്റ്ററും ബഹുമാനപ്പെട്ട ഡെന്നിസ് പാസ്റ്റർ അവറുകളും തലമുറകളും കൂടപ്പെട്ട കർത്തദാസന്മാരും ദൈവമക്കളും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു പോകുവാൻ വീണ്ടും ദൈവം കൃപ ചെയ്യട്ടെ. എളിയവരെയും അവിടുത്തെ ശുശ്രൂഷകളെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം.